നമസ്കാരം, എല്ലാവർക്കും ഷ്യാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന കോട്ടയത്തുള്ള നിതിൻ്റെ ബത്ലഹേം റാബിറ്റ് ഫാമിലി വിശേഷങ്ങളായിട്ടാണ്. എങ്ങനെ നല്ല രീതിയിൽ മികച്ച ഇനം മുയലുകളെ വളർത്തി നല്ലൊരു സംരംഭമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നിതിൻ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നിതിൻ്റെ ബത്ലഹേം റാബിറ്റ് ഫാമിലി കാഴ്ചകൾ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിതിൻ തോമസ്. എൻ്റെ സ്ഥലം കോട്ടയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി പായിപ്പാടാണ്. ഞാനൊരു മുയൽ ഫാം ചെയ്യുന്നു. ഫാമിൻ്റെ പേര് ബത്ലഹേം. ഇവിടെ ഉള്ളത് വൈറ്റ് ജയൻറ്റ്, സോവിയറ്റ് ചിഞ്ചില. മെയിനായിട്ട് പ്യുവർ ബ്രീഡാണ് ചെയ്യുന്നത്. വൈറ്റ് ജയൻറ്റും സോവിയറ്റുമാണ് ഇവിടെ ഫാമിലുള്ളത്. നമ്മൾ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് മുയലുകളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പം ഈ ബത്ലഹേം എന്ന് പറഞ്ഞ റാബിറ്റ് ഫാം നിതിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. എത്ര മുയലിനെ വെച്ചാണ് ആരംഭിച്ചത്? ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 4-5 മുയലുകൾ മാത്രമേ ഉള്ളൂ. അത് മൺകൂടിനകത്തായിരുന്നു. ആദ്യം മണ്ണിനകത്തിട്ടാണ് മുയലിനെ വളർത്തിയത്. പിന്നെ അത് തക്കാൽപ്പെട്ടിയായി. പിന്നാണ് മെഷിലേക്ക് വന്നത്. നമുക്കന്ന് കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെപ്പാടുണ്ടായിരുന്ന ഒരു ദൂരദർശൻ TV മാത്രമായിരുന്നു. ഫോണൊന്നും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ലാൻഡ് ഫോണാണ്. ഇതിന്ന് കണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചത്. മെഷ് കൂട് വേണം, അല്ലെങ്കിൽ ഇന്നത് വേണം, ഇങ്ങനെ വളർത്തിയാലേ മുതൽ സക്സസ് ആകുമെന്ന് പഠിച്ചത് നമ്മൾ ഓരോ മറ്റുള്ളത്. പിന്നെ കൂടുതലായിട്ട് വന്നത് ഇപ്പം വാട്സപ്പായി, ഫേസ്ബുക്കായി, കൂടുതൽ കാര്യം അറിയാൻ തുടങ്ങി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു യൂണിറ്റ് 10 വെച്ചാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര മെയിലും എത്ര ഫീമെയിലും? ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയാണ്. ഇവിടെ 7-3 7 ഫീമെയിലും 3 മെയിലും. ചിലർ 8-2 നോക്കുന്നവരും ഉണ്ട്. നമുക്കെപ്പോഴും 7-3 അല്ലെങ്കിൽ 7-4 ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമ്മൾ നിതിൻ തുടങ്ങുന്ന സമയത്ത് ഏത് ഇനത്തിൽപ്പെട്ട മുയലിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ബ്രീഡുകളുണ്ടായിരുന്നു. അത് ക്രോസ് ബ്രീഡ്, അതായത് മെയിനായിട്ട് ഗ്രേ ജയൻ്റ് ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഗ്രേ ജയൻ്റ്, ന്യൂസിലാൻഡ് വൈറ്റ്, സോവിയറ്റ്, വൈറ്റ് ജയൻ്റൊക്കെ അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫാമിൽ കൂടുതലുള്ള ഏത് ഇനത്തിൽപ്പെട്ട മുയലുകളാണ്? ഇവിടെ കൂടുതൽ ചെയ്യുന്നത് വൈറ്റ് ജയൻറ്റ് തന്നെയാണ്. അതിനാണ് കൂടുതൽ ഡിമാൻഡും. കുഞ്ഞുങ്ങൾക്കാണേലും ലാബ് പർപ്പസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വൈറ്റ് ജയൻ്റ് ആണ്. വൈറ്റ് ജയൻറ്റും ഉണ്ട്, സോവിയറ്റും ഉണ്ട്. സോവിയറ്റ് 2 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. മോസ്റ്റ്ലി വൈറ്റ് ജയൻറ്റ് തന്നെയാണ്. കൂടുതൽ ഡിമാൻഡുള്ള മുയലിൻ്റെ ഇനം ഏതാണ്? നമുക്ക് ഡിമാൻഡ് മീൻസ് അതായത് കൂടുതൽ സെയിൽ പോകുന്നത് വൈറ്റ് ആണ്. അതായത് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ജയൻറ്റ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വൈറ്റ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഏത് രീതിയിൽ അവരെ സെയിൽ ചെയ്യാം. മീറ്റിനായിട്ട് സെയിൽ ചെയ്യാം, കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാം, ലാബിനൊരു പർപ്പസ് ഉണ്ട്. അങ്ങനെ വൈറ്റിനെ സെയിൽ ചെയ്യാം. എന്നാൽ സോവിയറ്റ് മറ്റുള്ള ബ്രീഡുകൾ ലാബിൻ്റെ പർപ്പസിൽ ഒരിക്കലും നടക്കത്തില്ല, സെയിൽ ചെയ്യാൻ നടക്കില്ല. നമ്മുടെ ഫാമിൽ നിന്ന് മുയലുകളെ വാങ്ങുന്നവർ എങ്ങനെയുള്ളവരാണ്? ഫാമുകാരാണോ, അതോ പെറ്റ് ഷോപ്പുകാരാണോ, അതോ ഇറച്ചി ആവശ്യത്തിനാണോ? എങ്ങനെയാണ് നമ്മുടെ ഇവിടെ മുയലുകളുടെ സെയിൽ? പെറ്റ് ഷോപ്പുകാർ കുറവാണ്. പെറ്റ് ഷോപ്പുകാർ കാരണം നമ്മൾ ചെയ്യുന്ന പ്യൂർ ആയതുകൊണ്ട് ആ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പെറ്റ് ഷോപ്പുകാർക്ക് അത് മുതലാകില്ല. അവർക്കൊരു 150 അല്ലെങ്കിൽ 300 ഒരു 5 ദിവസം വളർത്തുക, 10 ദിവസം വളർത്തുക എന്നുള്ള രീതിയുള്ളൂ. കൂടുതലും വരുന്ന ഫാമുകാരാണ്. പുതിയതായിട്ട് ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണ് ചെയ്യുന്നത്. അവർക്ക് മീറ്റോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സെയില. പുതിയ ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ആദ്യമായിട്ട് മീറ്റേ നോക്കത്തുള്ളൂ. ചിലർ 5 വൈറ്റും 5 സോവിറ്റും, ചിലർ 1 യൂണിറ്റോളം വൈറ്റ് ജയൻറ്റ് കൊണ്ടുപോകും, 1 യൂണിറ്റ് സോവിറ്റ് ജില്ലയും കൊണ്ടുപോകും. ഇപ്പോൾ നമുക്കൊരു മുയൽ ഫാം ഒരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ തുടങ്ങാം, എങ്ങനെ തുടങ്ങുന്നതാണ് നല്ലത്? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ. ഇപ്പോൾ എന്നെ കൂടുതലും വിളിക്കുന്നത് ഗൾഫുകാരായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും 1 യൂണിറ്റ് അല്ലെങ്കിൽ 2 യൂണിറ്റ് മാക്സിമം, 10 അല്ലെങ്കിൽ 20 വേണം അവന് പഠിക്കാൻ വേണ്ടി. അല്ലാതെ 1-2 മുയലിനെ വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിക്കത്തുമില്ല, അതിന് രോഗം ഉണ്ടാകുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇവരോട് പറയാനുള്ളത്, ഇപ്പം ഒരുപാട് പേര് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇവർ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇവർ നല്ലൊരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരാൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അവർക്ക് വേറൊന്നും പുറത്തോട്ട് പോകുന്ന പരിപാടി നടക്കത്തില്ല ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളിപ്പം ഒരാളെ അതായത് വേറൊരു സ്റ്റാഫിനെ വെച്ചിട്ട് ഈ പരിപാടി സക്സസ് ആകത്തില്ല, പ്രത്യേകിച്ച് മുയൽ ഫാം. കാരണം മറ്റുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് കൂടുതൽ കെയറിങ് വേണം. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഏതൊരു മുയൽ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വേറൊരാളെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ മുയൽ ജീവനോടെ കാണില്ല. തുടക്കാരനാണെന്നുണ്ടെങ്കിൽ അവൻ ഫസ്റ്റ് ഒരു 10 വൈറ്റ് ജയൻറ്റോ അല്ലെങ്കിൽ സോവിറ്റ് ചിഞ്ചില ഏതെങ്കിലും നോക്കി വളർത്തുക. അതിപ്പം വൈറ്റ് ജയൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, സോവിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ബ്രീഡാണെങ്കിലും 10 മിനിമം 10 എപ്പോഴും പ്യുവർ എടുത്ത് വളർത്താൻ നോക്കുക. നല്ല ബ്രീഡായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇപ്പം നമ്മൾ ക്രോസോ അല്ലെങ്കിൽ മറ്റേതൊരു ബ്രീഡ് എടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ഒരു വളർച്ച അതിന് കിട്ടത്തില്ല. അപ്പം നമുക്കൊരു മടുപ്പ് വരും. കൊടുക്കുന്ന തീറ്റ വേറെ രീതിയിൽ പോവുക, അല്ലെങ്കിൽ വളരത്തില്ല. ആ ബ്രീഡിന് ആ ഒരു വളർച്ചയേ ഉള്ളൂ. ഒരു സമയം എടുക്കും, 1 വർഷം എടുക്കും, ഏകദേശം ഒരു 3 കിലോ അല്ലെങ്കിൽ 2 കിലോ വളർച്ച വരണമെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് പ്യുവർ ബ്രീഡിനെ എടുത്ത് വളർത്തുവാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് വരും. പ്യുവർ ആയതുകൊണ്ട് മാത്രം ഗ്രോത്ത് വരണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ക്ലൈമറ്റ് സെറ്റ് ആകണം, അതിന് കൊടുക്കുന്ന നല്ല ഫുഡായിരിക്കും. എന്തെങ്കിലും ഒരു ഫുഡ് കൊടുത്ത് വളർത്താമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല, ഈ പരിപാടി നടക്കത്തില്ല. ഇപ്പോൾ പൊതുവേ നമ്മുടെ മുയലുകളുടെ ബ്രീഡിങ്ങും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ പരിചരണമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാലോ.
ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവരെ ഒരു 5.5 മാസം, അതായത് വെയിറ്റ് നോക്കി ഇവരെ ബ്രീഡ് ചെയ്യിക്കാം. ബ്രീഡ് ഒരുപാട് ഇതുണ്ട്, അതായത് വൈറ്റ് ജയൻ്റ് ഉണ്ട്, സോജിഞ്ചിലെ മെയിനായിട്ട് സൈസ് ആകുന്ന നമ്മൾ. മറ്റുള്ള ബ്രീഡിന് ലൂപ്പ് ചെറിയ ബ്രീഡുകളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള 6 മാസത്തിലും കാരണം അവരൊരു മെച്യൂർ ആണ്. ഇവരെ സംബന്ധിച്ച് ഒരു 3 കിലോ അല്ലെങ്കിൽ 2.700 മുന്നോട്ട് വെയിറ്റ്. ഇപ്പോൾ 5.5 മാസം ആകുമ്പോൾ ഈ 2.700 അല്ലെങ്കിൽ 3 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇവരെ ബ്രീഡ് ചെയ്യിക്കാം. ബ്രീഡ് ചെയ്യാൻ ഒരു മെയിൽ കുറച്ചുകൂടെ പ്രായം വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. സെയിം ഏജ് ആണെങ്കിലും അവരെ നമുക്ക് ബ്രീഡ് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ മുയലിന് ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന് ഹീറ്റ് കാണിക്കാറുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് എത്ര ദിവസമാണ് ക്രോസ് ചെയ്യുന്നത്? മുയലുകൾക്ക് പ്രത്യേകിച്ച് മതിലക്ഷണമൊന്നും ഇല്ല. എന്നാലും 1 തൊട്ട് 14 മാസത്തിൽ 14 ദിവസം വരെ ഹീറ്റ് ലക്ഷണം കാണിക്കാറുണ്ട്. അതൊരു സ്ട്രോബെറി പോലെ നമുക്കെടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ആ സ്ട്രോബെറി പോലെ കാണുന്ന സമയത്ത് നമുക്ക് ഫീമെയിലിനെ എടുത്ത് മെയിലിൻ്റെ ഗേജിലേക്ക് ഇടാൻ നോക്കുക. ഒരിക്കലും തിരിച്ച് ചെയ്യാതിരിക്കുക. മെയിലിനെ എടുത്ത് ഫീമെയിലിൻ്റെ കൂടിലേക്ക് ഇടാതെ ഫീമെയിലിനെ എടുത്ത് മെയിലിൻ്റെ കൂടിലേക്ക് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ ഇടുക. 1 തൊട്ട് ഒരു 28 തൊട്ട് 32 ദിവസമാണ് അതിൻ്റെ പ്രസവ കാലാവധി. ചില സമയങ്ങളിൽ ചൂടുള്ള ക്ലൈമറ്റിൽ 36 പോകാറുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു റാബിറ്റ് ബ്രീഡായി, അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരിചരണങ്ങൾ, അതിന് മരുന്നുകളോ അല്ലെങ്കിൽ വാക്സിനേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് വാക്സിനേഷനോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരു അഡൽറ്റിന് ഒരു 150 ഗ്രാമാണ് ബ്രീഡ് ആകുന്നതിന് മുമ്പ് കൊടുത്തതെന്ന് വിചാരിക്കുക. ബ്രീഡ് ആയ ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ശേഷം അത് ഓരോ ദിവസം 10 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം വെച്ച് കൂട്ടിക്കൊടുക്കും. ഒറ്റയടിക്ക് കൂട്ടണമെന്നല്ല, 10-20 ഗ്രാം വെച്ച് ഓരോ ദിവസം കൂട്ടിക്കൊടുക്കുക. ഏകദേശം ഒരു ഡെലിവറി ആകുന്ന സമയത്ത് 200-250 ഗ്രാം വരെ എത്തിക്കുക. കുഞ്ഞുങ്ങളും കിടക്കുമ്പോഴത്തേക്ക് ആ 250 എന്നുള്ളത് 300 ഗ്രാം വരെ കൂട്ടി കൊടുക്കുക. കാരണം തള്ളയ്ക്കും തീറ്റ കിട്ടണം, കുഞ്ഞിനും തീറ്റ കിട്ടണം. ഇവിടെ എത്ര ദിവസം കഴിയുമ്പോഴേ പൊതുവെ മുയൽ കുഞ്ഞുങ്ങൾ ഹാൻഡ് ഫീഡൊക്കെ കഴിച്ചു തുടങ്ങുന്നത്? അവരൊരു 15 ദിവസം കൂടുമ്പോൾ കഴിക്കാറുണ്ട്. അതായത് തള്ളയുടെ തീറ്റ തന്നെയാണ് അവർ കഴിക്കുന്നത്. നമ്മൾ പിരിക്കുന്നത് 30 ദിവസം കഴിഞ്ഞ്, അത് കുഞ്ഞുങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. അപ്പം 8-9 കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം തലമൂത്ത കുഞ്ഞുങ്ങൾ, ഏറ്റവും വലുപ്പമുള്ള കുഞ്ഞുങ്ങളെ ആദ്യം മാറ്റും. മിക്കവാറും മെയിലുകളെയാണ് ആദ്യം മാറ്റുന്നത്. ഫീമെയിലുകൾ ഒരു 5-6 ദിവസം കൂടെ ഇടും പാൽ കുടിക്കാൻ വേണ്ടി. പൊതുവേ ഞാൻ കേട്ടുള്ള കാര്യമാണ്, മുയലുകൾ ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തള്ള മുയൽ അതിൻ്റെ ഒരു കുഞ്ഞിനെ തിന്നും. അല്ലെന്നുണ്ടെങ്കിൽ മുയലുകളെ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് അതിനെ പാലുടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ സത്യം എത്രത്തോളമാണ്? അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയർ അനുസരിച്ചിരിക്കും മുയൽ അതിന് പാല് കൊടുക്കണോ വേണ്ടോ എന്ന് വിചാരിക്കുന്നത്. ഇപ്പം മുയൽ പ്രസവിക്കും. ഇപ്പം ഒരു 2 മുയൽ വളർത്തുന്ന ഒരാളും ഫാമിംഗ് രീതി വളർത്തുന്ന ഒരാളും രണ്ട് രീതിയിലാണ്. നമ്മളിപ്പം ഒരു മുയൽ പ്രസവിക്കുമ്പോൾ പിള്ളേരൊക്കെ ഉള്ള വീടുകളാണ് എപ്പോഴും പോയി നോക്കും. പിള്ളേർ പ്രസവിച്ചോ, മുയൽ പ്രസവിച്ചു, ഇപ്പോൾ പ്രസവിക്കുന്നത്. ഏത് മൃഗങ്ങളായാലും പ്രസവ സമയത്ത് അതിനൊരു സൈലൻ്റായിട്ടുള്ള നേച്ചറാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാനും ആ കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കാൻ, അതിൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ച് വെക്കാനൊക്കെ ഈ ഫീമെയിൽ തയ്യാറാവും. പിന്നെ കൊടുക്കുന്ന തീറ്റയിൽ ആവശ്യത്തിന് വേണ്ട കാൽസ്യം, ഫൈബർ, പ്രോട്ടീൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഇത് സംഭവിക്കും. പിന്നെ ഓവറായിട്ടുള്ള ചൂട്, ഷെഡിനകത്ത് ഓവറായിട്ടുള്ള ചൂട്, സ്ട്രെസ്സ് പല രീതിയിൽ വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ശല്യം ചെയ്യുക. ഒരു ഡെലിവറി എന്നുള്ളൊരു വാർഡ് തന്നെ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുക. ബ്രീഡിങ് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ നോക്കുക. വേറൊരാളുണ്ടെങ്കിൽ അവരെയും ഇടയ്ക്ക് തീറ്റുക. കാരണം സ്പ്രേ അടിച്ചൊന്നും ഒരിക്കലും ഫാമിനകത്ത് കയറാതിരിക്കുക. ഒരു കുഞ്ഞുങ്ങൾ പിന്നെ പാല് കൊടുക്കുമോ, തന്നെ പാല് കൊടുക്കുക, അല്ലെങ്കിൽ പിടിച്ച് കൊടുക്കണോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരു 100-ൽ 80% മുയലുകളും തന്നെ പാല് കൊടുക്കും. എന്നാൽ ചില മുയലുകൾ ആദ്യത്തെ ഡെലിവറി ചിലവർ മാത്രം കൊടുക്കാറില്ല. അവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഡെലിവറി തൊട്ട് അടുത്ത ഡെലിവറിയിലും ഇതേ അവസ്ഥ, നമ്മൾ തന്നെ പിടിച്ച് കൊടുക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ മുയലുകളെ ഉപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും നല്ലത്. നമ്മളൊരു സെൻറ്റിമെൻറ്റ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടാകും. 100 അല്ല 50 മുയൽ പ്രസവിക്കാൻ ചെയ്യും ഒരുമിച്ച്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ പിടിച്ചു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു മുയൽ പ്രസവിച്ച് കഴിഞ്ഞാൽ പാല് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നത് വെച്ചാൽ അതിൻ്റെ വയറ് നോക്കുക. നല്ല രീതിയിൽ പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വയറെന്ന് പറഞ്ഞാൽ ബലൂൺ പോലെ വീർത്തിരിക്കും. പാല് കിട്ടാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഒട്ടിയിരിക്കും. ഒരു കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ 72 മണിക്കൂർ വരെ പാല് കുടിക്കാതെ അത് ജീവിച്ചിരിക്കും. ഇന്ന് പാല് കൊടുക്കണമെന്നില്ല. സാധാരണ പ്രസവിക്കുന്ന ഓൺ ദി സ്പോട്ടിൽ തന്നെ എല്ലാത്തിനും പാല് കൊടുക്കും. ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും പാല് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പോയി പാല് കൊടുത്തു അല്ലെങ്കിൽ പിടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അടുത്ത ദിവസം കൊടുത്തോളൂ. നമ്മളെ കാണിച്ച് പാല് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുയലുകൾക്ക് സാധാരണ വന്ന് കണ്ടിട്ടുള്ള രോഗങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരോ? കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഫംഗസാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന ചൊറി, പുണ്ണ് എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക് ഇനിയും ഒരിക്കലും കുറയാൻ പോകുന്നില്ല, കൂടത്തേ ഉള്ളൂ. അതിങ്ങനെ ഏത് ഫാമിലാണെങ്കിലും വരും. കാരണം വേറൊന്നും കൊണ്ടൊന്നുമല്ല, ക്ലൈമറ്റാണ് മെയിൻ പ്രശ്നം. ചൂട് കൂടുതൽ, ചൂടല്ല മെയിനായിട്ട്, ചൂടല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, ഭയങ്കരമായിട്ടുള്ള ആവി, അതാണ് അവർക്ക് പ്രശ്നം. അല്ലെങ്കിൽ മുയലുകളെ കുളിപ്പിക്കുക, അവരെ നനയ്ക്കുക, ഇതെല്ലാം ഫംഗസിന് കാരണമാണ്. പിന്നെയാണ് ക്ലീനിങ്ങിലേക്ക് പോകുന്നത്.
ഒരുപാട് ചൂടുണ്ടെങ്കിൽ ആ മുയലുകൾക്ക് ഫംഗസ് വരും. ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ഓറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓയിൽമെൻറ്റ് അത് തേച്ച് വിടുകയാണ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് അങ്ങ് പൊക്കോളും, ഒരാഴ്ച കൊണ്ട് അങ്ങ് പൊഴിഞ്ഞ് പൊക്കോളും. പിന്നുള്ള രോഗം എന്ന് പറഞ്ഞാൽ പാസുലോസിസ്, കോക്സീഡിയ, പിന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ പാസുലോസിസ് ആണ്, കോക്സീഡിയ ആണെല്ലാം ഉണ്ടാകുന്നത്. കോക്സീഡിയ മെയിനായിട്ട് ഫുഡിൽ നിന്ന്, അതുപോലെ തന്നെ കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന്. നമ്മൾ കൊടുക്കുന്ന ഫുഡും വെള്ളവും നല്ല പക്കയാണ്, എന്നും കഴുകുന്ന പാത്രം വൃത്തിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. നമുക്ക് പൊതുവേ നമ്മുടെ മുയലുകൾക്ക് നല്ല വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തരം തീറ്റകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര നേരമാണ് മുയലിന് ഫീഡ് ചെയ്യേണ്ടത്? നമ്മൾ 2 നേരമാണ് ഇവിടെ തീറ്റ കൊടുക്കുന്നത്. ഒരു നേരം പുല്ലും ഒരു നേരം മിക്സ്. പുല്ല് അവരുടെ ആരോഗ്യം അനുസരിച്ച് ഒരുപാട് കൊടുക്കണമെന്ന് പറയുന്നില്ല, ആവശ്യത്തിന് മാത്രം വലിച്ചു വാരി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാഷ്ടം ഇടുന്നത് മാത്രമേ. നമ്മൾ കാഷ്ടത്തിനാണ് വളർത്തുന്നതെങ്കിൽ പുല്ല് നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാം, ആ കാഷ്ടം നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മീറ്റ് അവരെ നിന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ ആവശ്യത്തിന് മാത്രം പുല്ല് കൊടുക്കുക. 6 മണിക്കൂറേലും റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് മിക്സ് തീറ്റ നമ്മളിവിടെ കൊടുക്കുന്നത്. അത് ക്ലൈമറ്റ് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യും. അതായത് നല്ല ക്ലൈമറ്റ്, തണുത്തുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ മിക്സും വൈകിട്ട് പുല്ലും. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ രാവിലെ പുല്ലും വൈകിട്ട് മിക്സുമാണ് കൊടുക്കുന്നത്. മിക്സ് എന്ന് പറയുമ്പോൾ 30% തവിട്, 30% പിണ്ണാക്ക്, അതുപോലെ തന്നെ അതിനകത്ത് ചോളം, മിക്സ്, ഉപ്പ് ഇതൊക്കെ വരുന്നുണ്ട്. നമുക്ക് മുയൽ ഫാം തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുയൽ ഫാമിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ നമുക്ക് വരുമാനം കിട്ടും? സാധ്യത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പുതിയൊരു കർഷകൻ അതിനാദ്യം ഫോക്കസ് ചെയ്യേണ്ടത് മീറ്റിനായിരിക്കണം. മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഷാപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ കോഴിയേക്കാളിൽ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മുയൽ മീറ്റായിരിക്കും. കാരണം എന്ത് രോഗമുള്ളവർ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡോക്ടറാണ്. ഏത് രോഗമുള്ളവർക്ക് കൊളസ്ട്രോൾ ഫ്രീ ഉള്ളൊരു മീറ്റാണ് മുയൽ മീറ്റ്. നമുക്ക് തൊട്ടടുത്ത് ഷാപ്പുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് നമുക്ക് മുയലിൻ്റെ മീറ്റ് കൊടുക്കാം. ഒരിക്കലും സ്ഥിരമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല ഒരു ബുദ്ധിമുട്ടാണ് മീറ്റ്. കാരണം അതുപോലെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. മീറ്റിന് എപ്പോഴും ഡിമാൻഡുണ്ട്. നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് കുഞ്ഞുങ്ങളുടെ സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെറ്റ് ഷോപ്പിൽ കൊടുക്കാം. പെറ്റ് ഷോപ്പിൽ എന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് ബ്രീഡ്, മിക്സഡ് ബ്രീഡ്, പല കളറുകൾ, അതായത് പിള്ളേരെ ആകർഷിക്കുക, പിള്ളേരെ പറ്റിക്കുക എന്ന് പറയാം. അതായത് പിള്ളേർ തന്നെ അവധി സമയങ്ങളിലൊക്കെ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ വളർത്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അവർക്ക് എപ്പോഴും കളറാണ് ഇഷ്ടം. അവർക്ക് വെള്ള വേണമെന്നൊക്കെ താല്പര്യക്കുറവായിരിക്കും. അവർക്ക് പല കളറുകളിലുള്ള ബ്രീഡുകളെ നമ്മൾ 1 മാസം 2 മാസമായി കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാം. അത് നമുക്ക് ഫ്ലെക്സ് വെക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ ആ രീതി നമുക്ക് മാർക്കറ്റ് കണ്ടെത്താം. പിന്നെ ഫാമിംഗ് വെച്ചാൽ നല്ല ബ്രീഡ് ചെയ്യുക. അതായത് നല്ല കുഞ്ഞുങ്ങളുണ്ടാക്കി അവരെ നമ്പർ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയി ഒരു പുതിയൊരു കർഷകന് വളർത്താൻ കൊടുക്കുക. യൂണിറ്റ് അടിസ്ഥാനത്തിൽ സെയിൽ ചെയ്താൽ ആ രീതിയിൽ നമുക്കുണ്ടാക്കാം. പിന്നെ വരുന്നത് ലാബ് പർപ്പസാണ്. ലാബ് പർപ്പസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ വൈറ്റ് ബ്രീഡിനെ വളർത്താൻ നോക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, സോവിയറ്റുള്ള വളർത്തിക്കാൻ അവരുടെ ഒരു ഡിമാൻഡാണ് വൈറ്റ് റാബിറ്റ് ആയിരിക്കണം, റെഡ് ഐ ആയിരിക്കണം, മുയലുകൾക്ക് ചെളിയൊന്നും പാടില്ല. അത് നമുക്ക് എപ്പോഴും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അതായത് ഓരോ സമയത്ത് അവർ ഓരോ റിക്വയർമെൻറ്റ്, ചില സമയത്ത് 1.5 കിലോയ്ക്ക് മുന്നോട്ടുള്ള മുയലായിരിക്കണം. അത് ചിലപ്പം മെയിൽ മാത്രം എടുത്തുകൊണ്ട് പോകാറുണ്ട്. അതാണ് ഏറ്റവും വലിയ കർഷകനുകൾ. അതായത് ചില സമയത്ത് ഒരു പീസിൽ 500 രൂപ വീഴാറുണ്ട്. അതായത് 1.5 കിലോ ഉള്ള ഒരു മുയൽ നമ്മൾ കിലോയ്ക്ക് 200 രൂപയ്ക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും പ്രോഫിറ്റ് ഒരു ലാബിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതിന് തന്നെ മുമ്പേ പറഞ്ഞു ധാരാളം പ്രവാസികൾ ഇപ്പം ഇതിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് മുയൽ ഫാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്ക് ഇപ്പോൾ നമുക്കൊരു ഫാം തുടങ്ങുന്നതിന് കുറച്ച് പേരൻറ് സ്റ്റോക്കിനെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ക്വാളിറ്റിയുള്ള മുയലുകളെ തിരഞ്ഞെടുക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പം പേരൻറ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, പല ആൾക്കാരും ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ചെല്ലുക അല്ലെങ്കിൽ പ്രസവിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പ്രസവിക്കാൻ നോക്കിയായിരിക്കും പല ആൾക്കാരും വരുന്നത്. അതായത് വരുമ്പോൾ തന്നെ ലാഭം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അവർ വരുന്നത്. അവരൊന്നും പഠിക്കുന്നില്ല. വീട്ടിൽ വരുമ്പോൾ പല ആൾക്കാരും ഒന്നെങ്കിൽ ഒരാൾ അഡൽട്ട് മുയലിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡൽട്ട് ഒരു ബ്രീഡിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്. ഒന്നെങ്കിൽ പാല് കൊടുക്കാത്തതായിരിക്കണം, അല്ലെങ്കിൽ പ്രസവിക്കാത്തതായിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തിരിഞ്ഞു പോലും നോക്കാത്ത മുയലുകളായിരിക്കണം. ഒരാളെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു അഡൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2500 രൂപ നഷ്ടമാണ്. കാരണം 500 രൂപ വെച്ചാണ് 5 കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ 2500 രൂപ അവിടെ കിട്ടും. ഒരിക്കലും ഒരാൾ ഒരു അഡൽറ്റിനെ കൊടുക്കില്ല. ഒരു തുടക്കക്കാരൻ എപ്പോഴും കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുക. 2 മാസം അല്ലെങ്കിൽ 3 മാസം ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുക. 10 എണ്ണം എടുത്ത് വളർത്തി പഠിച്ചതിന് ശേഷം മാത്രം നല്ല റിസൾട്ട് ഉണ്ട്, അവനെ കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക. ഇനിയും എങ്ങനെ ഒരു നല്ല മുയലുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു മുയലിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ചുവപ്പ് അല്ലെങ്കിൽ നല്ല കളറുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്ന് വിചാരിച്ച് ആ മുയൽ നല്ലതായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുയലിനെ കണ്ടൊരിക്കലും അത് നല്ലൊരു ഫാർമറാണെന്ന് പറയാൻ പറ്റത്തില്ല. പുതിയൊരാൾ സ്റ്റാർട്ട് ചെയ്യാൻ വരുവാണെങ്കിൽ അവൻ ഏറ്റവും കുറഞ്ഞൊരു 5 ഫാമിലും വിസിറ്റ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ പലയിടത്തും പല രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്.
നമ്പർ സിസ്റ്റത്തിൽ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പല മെത്തേഡാണ്. അത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫാമിൽ ബ്രീഡറെയാണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്, മുയലിനെ അല്ല നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കേണ്ടത്. നല്ലൊരു ബ്രീഡറിനെ സെലക്ട് ചെയ്താൽ നമ്മുടെ മുയലും നല്ലതായിരിക്കും. അവൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവൻ വളർത്തുന്ന രീതിയും മെത്തേഡൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്പർ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഒരു രജിസ്റ്ററൊക്കെ വെച്ചുള്ളൊരു ഫാമുകളിൽ നിന്ന് എപ്പോഴും മുയലുകളെ എടുക്കാൻ നോക്കുക. നമ്പർ സിസ്റ്റം വിചാരിച്ചാൽ നമുക്കിതിനകത്ത് ഇൻബ്രീഡിങ്, മുയലുകൾക്കാണെങ്കിലും മറ്റേത് മൃഗങ്ങൾക്കാണെങ്കിലും ഇൻബ്രീഡിങ് പാടില്ല. ഇൻബ്രീഡിങ് ഉദ്ദേശിച്ചത് ബ്ലഡ് റിലേഷൻ, അതായത് ഒരേ അച്ഛൻ്റെ അമ്മയുടെ കുഞ്ഞുങ്ങളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കാൻ പാടില്ല. ഒരേ തന്തയുടെയും തള്ളയുടെയും കുഞ്ഞുങ്ങളെ നമ്മൾ ഈ മുയൽ സിസ്റ്റത്തിൽ ബ്രീഡ് ചെയ്താൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് കിട്ടില്ല, പാല് ഉണ്ടാകത്തില്ല, വളർച്ച കിട്ടത്തില്ല, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഡെത്തായിപ്പോകും. എപ്പോഴും ഇൻബ്രീഡിങ് ഇല്ലാത്ത, അതായത് ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ഫാമുകളിൽ നിന്ന് മുയലുകളെ സെലക്ട് ചെയ്യാൻ നോക്കുക.